വെരി വെൽക്കം ബാക്ക് മൈ യൂട്യൂബ് ചാനൽ. ഇന്നത്തെ വീഡിയോയ്ക്ക് പറയാൻ വേണ്ടി പോകുന്നത് ഇന്റേൺഷിപ്പിന്റെ കുറച്ച് വാക്കൻസീസ് ആണ് കേട്ടോ. അതായത് ഇൻഫോ പാർക്കിന്റെ എല്ലാ ലൊക്കേഷനിലും വരുന്ന ഇന്റേൺഷിപ്പിന്റെ വാക്കൻസീസ് ആണ് ഞാൻ പറയാൻ വേണ്ടി പോകുന്നത്. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. നമ്മുടെ ഈ ചാനലിനകത്ത് വരുന്ന വാക്കൻസീസ്, അതായത് പുതിയ വരുന്ന ആൾക്കാർക്കാണ് കേട്ടോ പറയുന്നത്. ചാനലിലെ വാക്കൻസീസിനെ കുറിച്ച് നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് അറിയണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യാം. നിങ്ങൾക്ക് ഏത് ഇൻഫോ പാർക്കിലെ അല്ലെങ്കിൽ ഏത് ലൊക്കേഷനിലെ വാക്കൻസീസിനെ കുറിച്ചാണ് നിങ്ങൾക്ക് അറിയേണ്ടത് നിങ്ങൾ മെൻഷൻ ചെയ്യുക. അതുപോലെ തന്നെ നമ്മൾ ഈ ചാനലിനകത്ത് പറഞ്ഞിട്ടുള്ള അല്ലെങ്കിൽ ഈ വീഡിയോയ്ക്ക് അത് പറഞ്ഞിട്ടുള്ള ഏത് വാക്കൻസീസ് ആണ് നിങ്ങൾക്ക് വേണ്ടത് ജസ്റ്റ് ഒന്ന് താഴെ വന്ന് കമന്റ് ചെയ്യുക. കമന്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ ജോബിനെ കുറിച്ചിട്ടുള്ള A to Z ആയിട്ടുള്ള ഡീറ്റെയിൽസ് പറയുന്നതായിരിക്കും കേട്ടോ. കാരണം ഈ വീഡിയോയ്ക്ക് അത് ഞാൻ ജസ്റ്റ് ഒരു ഹെഡ്ലൈൻസ് മാത്രമേ പറഞ്ഞു പോകുന്നുള്ളൂ. ലൊക്കേഷൻ എവിടെയാണെന്ന് മാത്രം കേട്ടോ പറയുന്നുള്ളൂ, അല്ലെങ്കിൽ ആ ഒരു വാക്കൻസി എന്താണോ അത് മാത്രമേ പറയുന്നുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് എന്താണ് നിങ്ങൾക്ക് ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യുക. അപ്പോൾ എല്ലാ ഡീറ്റെയിൽസും ഷെയർ ചെയ്യുന്നതായിരിക്കും കേട്ടോ. ഏതൊരു വീഡിയോ ഇട്ടാലും അതിന് താഴെ വരുന്ന ഒരു കോമൺ ആയിട്ടുള്ള കമന്റ് ആണ്, ചേച്ചി ഫ്രഷേഴ്സിന്റെ കുറച്ച് വാക്കൻസീസ് പറയാമോ, അല്ലെങ്കിൽ ഇന്റേൺഷിപ്പിന്റെ വാക്കൻസീസ് പറയാമോ എന്നൊക്കെ പറയാറുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഇന്നത്തെ ഒരു വീഡിയോ ഞാൻ ഡെഡിക്കേറ്റ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ആ ഒരു ഫ്രഷേഴ്സിന് വേണ്ടിയിട്ടാണ് ഇന്നത്തെ വീഡിയോ ഡെഡിക്കേറ്റ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇൻഫോ പാർക്കിൽ എല്ലാ ലൊക്കേഷനിലുള്ള വാക്കൻസീസ് ആണ് പറയുന്നത്. അതും ഇന്റേൺഷിപ്പിന്റെ വാക്കൻസീസ് മാത്രം ഇന്നത്തെ വീഡിയോസിൽ പറയുന്നുള്ളൂ കേട്ടോ. അപ്പോൾ നമുക്ക് നേരെ വാക്കൻസിലോട്ട് പോകാം ഗൈസ്. അപ്പോൾ ഒരു 20 വാക്കൻസീസ് ആണ് ഇന്നത്തെ വീഡിയോയ്ക്ക് അത് പറയുന്നത് കേട്ടോ. അപ്പോൾ ഫസ്റ്റ് വരുന്ന ഒരു വാക്കൻസിയാണ് ഡാറ്റ സയൻസ് ഇന്ത്യൻ കേട്ടോ. അതായത് ഈ ഡാറ്റ സയൻസ്, ഡാറ്റ അനലിസ്റ്റ്, ക്വാളിറ്റി അനലിസ്റ്റ് ആണ് ഒരുപാട് മെസ്സേജ് വരാറുണ്ട്. പറയാമോ വാക്കൻസീസ് ഷെയർ ചെയ്യാമോ ചോദിച്ചിട്ട് കേട്ടോ. അപ്പോൾ അവർക്ക് വേണ്ടിയാണ് ഫസ്റ്റ് വാക്കൻസി. ഡാറ്റ സയൻസ് ഇന്ത്യൻ്റെ വാക്കൻസിയാണ് വരുന്നത്. ഇൻഫോ പാർക്കിനകത്താണ് കേട്ടോ വരുന്നത്. അതുപോലെ തന്നെ എക്സ്പയറി ഡേറ്റ് ഉണ്ട്. ഏതൊരു വാക്കൻസി എടുത്താലും അതിന് എക്സ്പയറി ഡേറ്റ് ഉണ്ട്. അപ്പോൾ നിങ്ങൾ വേഗം തന്നെ എന്ത് ചെയ്യുക, ജോബിന് അപ്ലൈ ചെയ്യുക. ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യാം. കമന്റ് ചെയ്യേണ്ട ഒരു എക്സാമ്പിൾ ഞാൻ പറയുന്നത്, നിങ്ങൾക്ക് ഡാറ്റ സയൻസ് ആണ് നിങ്ങൾക്ക് വേണ്ടതെങ്കിൽ ജസ്റ്റ് താഴെ വന്നിട്ട് അല്ലെങ്കിൽ ഈ ഒരു കമന്റ് ബോക്സ് വന്നിട്ട് ഡാറ്റ സയൻസ് ഇന്റേൺ എന്ന് പറഞ്ഞിട്ട് കമന്റ് ചെയ്യാം. അപ്പോൾ അതിന് റിപ്ലൈ ആയിട്ട് ഈ ഒരു ജോബിൻ്റെ എല്ലാ ഡീറ്റെയിൽസും നിങ്ങൾക്ക് ഷെയർ ചെയ്ത് തരും കേട്ടോ. അതുപോലെ തന്നെ നിങ്ങൾക്ക് മൾട്ടിപ്പിൾ ആയിട്ടുള്ള വാക്കൻസി നിങ്ങൾ നോക്കുന്നുണ്ടെന്ന് വിചാരിക്കാം. നെക്സ്റ്റ് വൺ എന്ന് പറഞ്ഞാൽ ഡാറ്റ അനലിസ്റ്റ് ഇന്റേണിൻ്റെ വാക്കൻസിയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഡാറ്റ സയൻസും ഡാറ്റ അനലിസ്റ്റും വേണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് രണ്ടും സെപ്പറേറ്റ്ലി കമന്റ് ചെയ്യുക. അത് നിങ്ങൾ ശ്രദ്ധിക്കണം കേട്ടോ. സെപ്പറേറ്റ്ലി നിങ്ങൾ കമൻറ്റ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ എനിക്ക് അതിന് റിപ്ലൈ തരാൻ ബുദ്ധിമുട്ടായിരിക്കും കേട്ടോ. അപ്പോൾ നിങ്ങൾ മിക്സപ്പ് ആയിട്ട് നിങ്ങൾ കമൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു വാക്കൻസിൻ്റെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് മാത്രമായിരിക്കും ഷെയർ ചെയ്ത് തരിക. ഓക്കെ, അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കുക, കമൻറ്റ് ചെയ്യുന്ന സമയത്ത് ഒന്ന് ശ്രദ്ധിക്കുക. പിന്നെ വരുന്ന ഒരു വാക്കൻസി ഡാറ്റ അനലിസ്റ്റ് വാക്കൻസിയാണ് കേട്ടോ. ഇന്റേൺ തന്നെയാണ് പറയുന്ന എല്ലാ വാക്കൻസി ഇന്റേണിൻ്റെ വാക്കൻസിയാണ് കേട്ടോ. ഫസ്റ്റ് വൺ ഡാറ്റ സയൻസ് ഇന്റേൺ, സെക്കൻഡ് വൺ ഡാറ്റ അനലിസ്റ്റ് ഇന്റേൺ, തേർഡ് വൺ ഗ്രാഫിക് ഡിസൈൻ ഇന്റേണിൻ്റെ ഒരു വാക്കൻസിയാണ് തേർഡ് വണ്ണിന് വരുന്നത്. ഓക്കെ, പിന്നെ വരുന്നതാണ് ഡിജിറ്റൽ മാർക്കറ്റിംഗ് ട്രെയിനിയുടെ വാക്കൻസിയാണ് അടുത്തതായിട്ട് വരുന്നത് കേട്ടോ. ഡിജിറ്റൽ മാർക്കറ്റൊക്കെ ഇപ്പോൾ കറൻ്റ്ലി നല്ല ട്രെൻഡിങ് ആയി നിൽക്കുന്ന ഒരു വാക്കൻസിയാണ് കേട്ടോ. അപ്പോൾ നല്ല ട്രെൻഡിങ് ആയിട്ട് പോകുന്നത് ഒരു ഡിജിറ്റൽ മാർക്കറ്റിംഗ് തന്നെയാണ് കേട്ടോ. ഗ്രാഫിക് ഡിസൈൻ ഇന്റേണൽ വാക്കൻസി വീണ്ടും വന്നിട്ടുണ്ട് ഗൈസ്. അതുപോലെ തന്നെ സോഷ്യൽ മീഡിയ എക്സിക്യൂട്ടീവ് ഇന്റേൺഷിപ്പിൻ്റെ ഒരു വാക്കൻസി ഉണ്ട്. ഒരു വാക്കൻസിയാണ് ഫ്രഷേഴ്സ് ഫോർ ഇന്റേൺഷിപ്പ് ബിസിനസ് ഡെവലപ്മെന്റ് എക്സിക്യൂട്ടീവിൻ്റെ ഒരു വാക്കൻസി വരുന്നുണ്ട്. പിന്നെ വീണ്ടും നമുക്ക് എന്ത് വരുന്നുണ്ട്, ഗ്രാഫിക് ഡിസൈൻ ഇന്റേണിൻ്റെ ഒരു വാക്കൻസി. അത് ഫീമെയിൽസിന് വേണ്ടിയിട്ടാണ് അവർ റിക്രൂട്ട് ചെയ്തിട്ടുള്ളത് കേട്ടോ. പിന്നെ SEO അനലിസ്റ്റ് ഇന്റേൺ കേട്ടോ. പിന്നെ വരുന്നതാണ് SEO അനലിസ്റ്റ് ഇന്റേണിൻ്റെ വാക്കൻസി. പിന്നെ ഇന്റേൺഷിപ്പ് ഫോർ UI UX ഡിസൈനിൽ വരുന്ന ഒരു വാക്കൻസി ഉണ്ട്. വീണ്ടും നമുക്ക് ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഇന്റേണിൻ്റെ ഒരു വാക്കൻസി വരുന്നുണ്ട് കേട്ടോ. അത് ലൈവ് പ്രൊജക്റ്റിലാണ് നമുക്ക് ഈ ഒരു ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഇന്റേണിൻ്റെ വാക്കൻസി വരുന്നിട്ടുള്ളത്. പിന്നെ ജൂനിയർ കണ്ടന്റ് റൈറ്റർ ഇന്റേൺഷിപ്പിൻ്റെ ഒരു വാക്കൻസിയാണ്. നല്ലൊരു പോസ്റ്റാണ്, എപ്പോഴും പറയാറുണ്ട്. പിന്നെ കണ്ടന്റ് റൈറ്ററിൻ്റെ ഒരു വാക്കൻസി പറയാം. നമുക്കിങ്ങനെ എന്താ പറയുക, നന്നായി സംസാരിക്കുന്ന ആൾക്കാരാണെങ്കിൽ അവർക്കൊക്കെ നല്ല സ്യൂട്ട് ആവുന്ന ഒരു വാക്കൻസിയാണ് ഈ ഒരു കണ്ടന്റ് റൈറ്ററിൻ്റെ ഒരു വാക്കൻസി കേട്ടോ. അതുപോലെ തന്നെ പ്രസന്റേഷനൊക്കെ വാക്കൻസി നല്ലൊരു വാക്കൻസിയാണ്. നിങ്ങൾ ഇൻസ്റ്റയിലൊക്കെ കണ്ടിട്ടില്ലേ, നല്ല ടോക്റ്റീവ് ആയിട്ടുള്ള ആൾക്കാരുടെ ഇങ്ങനെ പ്രസന്റ് ചെയ്യുന്നത്, അതുപോലത്തെ ഒരു വാക്കൻസിയാണ്. പിന്നെ ഇന്റേൺഷിപ്പ് ഫോർ UI ഡിസൈനറിൻ്റെ ഒരു വാക്കൻസി അല്ല, സോറി, UI ഡെവലപ്പറിൻ്റെ ഒരു വാക്കൻസിയാണ് വന്നിട്ടുള്ളത് കേട്ടോ. പിന്നെ ഫുൾ സ്റ്റാക്ക് ഡെവലപ്മെന്റ് ട്രെയിനിങ് ആൻഡ് ഇന്റേൺഷിപ്പിന്റെ വാക്കൻസി വന്നിട്ടുണ്ട്. ഡിജിറ്റൽ മാർക്കറ്റിംഗ് ട്രെയിനിങ് ആൻഡ് ഇന്റേൺഷിപ്പിന്റെ വാക്കൻസിയാണ് അടുത്തത് വന്നിട്ടുള്ളത്. പിന്നെ വേർഡ്പ്രസ് ഡെവലപ്മെന്റ് ട്രെയിനിങ് ആൻഡ് ഇന്റേൺഷിപ്പിന്റെ വാക്കൻസിയാണ് നെക്സ്റ്റ് വൺ. ഓക്കെ, പിന്നെ ഡാറ്റ സയൻസ് ട്രെയിനിങ് ആൻഡ് ഇന്റേൺഷിപ്പിന്റെ വാക്കൻസിയാണ്. പിന്നെ ഡാറ്റ അനലിസ്റ്റ് ട്രെയിനിങ് ആൻഡ് ഇന്റേൺഷിപ്പിന്റെ വാക്കൻസി ഉണ്ട്. AI ട്രെയിനിങ് ഇന്റേൺഷിപ്പിൻ്റെ വാക്കൻസി വന്നിട്ടുണ്ട്. ഇപ്പോൾ ഓൾമോസ്റ്റ് ഞാൻ 20 ആണ് ഞാൻ ഇപ്പോൾ പറഞ്ഞിട്ടുള്ള വാക്കൻസി വരുന്നത് കേട്ടോ. ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോയ്ക്ക് അദ്ദേഹം പറയുന്നത്. കാരണം ഇനിയൊരു 20+ വാക്കൻസീസ് ഇനിയുണ്ട്. പക്ഷേ ഇപ്പോൾ ഇത്രയും ഞാൻ സെലക്ട് ചെയ്ത് വെച്ചിട്ടുള്ളൂ. ഇനി നിങ്ങൾ ഏതെങ്കിലും ജോബ് സ്പെഷ്യലായി നോക്കുന്നുണ്ടെങ്കിൽ താഴെ ഒന്ന് മെൻഷൻ ചെയ്യുക. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ ഞാനത് പറയാൻ വേണ്ടി ശ്രമിക്കാം. ഓക്കെ, അപ്പോൾ എല്ലാവരും ജോബിനൊക്കെ അപ്ലൈ ചെയ്യുക ഗൈസ്.
അതുപോലെ തന്നെ നല്ല രീതിക്ക് തന്നെ ഫോളോ അപ്പ് ചെയ്യുക, അവരെ ഒന്ന് കോൺടാക്ട് ചെയ്ത് നോക്കുക ഒക്കെ ചെയ്യുക. മെയിൽ അയക്കുക, നിങ്ങൾ റെസ്യൂം അവർ പറയുന്ന മെയിൽ ഐ ഡിയിലേക്ക് അയക്കുക, പിന്നെ ഒന്ന് ഫോളോ അപ്പ് ചെയ്യുക, അതുപോലെ തന്നെ ഒന്ന് കോൺടാക്ട് ചെയ്ത് നോക്കുക. ഒക്കെ നിങ്ങളുടെ ഭാഗത്ത് നിന്ന് ചെയ്യേണ്ട കാര്യങ്ങളാണ്. ജോബിന് അപ്ലൈ ചെയ്യുക മാത്രമല്ല ഗൈസ് ചെയ്യേണ്ടത്, അതിനുവേണ്ടി പിന്നെയും കുറേ കാര്യങ്ങൾ ചെയ്യാനുണ്ട്. പിന്നെ ഒരു ജോബിന് അപ്ലൈ ചെയ്തു അതിനുവേണ്ടി മാത്രം വെയിറ്റ് ചെയ്യരുത്, കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ എന്ത് ചെയ്യുക, അപ്ലൈ ചെയ്തുകൊണ്ടേയിരിക്കുക. ഓക്കെ, അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് എന്തെങ്കിലും വീഡിയോയ്ക്കകത്ത് ഇമ്പ്രൂവ്മെൻറ്റ്സോ കാര്യങ്ങളോ അല്ലെങ്കിൽ നിങ്ങൾക്ക് സ്പെഷ്യലായിട്ട് എന്തെങ്കിലും വാക്കൻസീസോ വേണമെന്നുണ്ടെങ്കിൽ താഴെ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. മറക്കാതെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താഴെ വന്നിട്ട് ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. എല്ലാ ഡീറ്റെയിൽസും ഷെയർ ചെയ്ത് തരുന്നതായിരിക്കും. അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ ഗൈസ്.